ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് പഫ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 വെളുത്തുള്ളിയും 4 പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലയെല്ലാം നന്നായി മൂത്ത് വരണം, അതുവരെ വഴറ്റി കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. സവാള നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സവാള നല്ല സോഫ്റ്റായിട്ട് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ എഗ്ഗ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പഫ്സിൻ്റെ ഷീറ്റ് എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മസാല ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മതിയാവും. ഇനി അതിലേക്ക് എഗ്ഗ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ക്രോസ് ആയിട്ട് നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. ഞാനിങ്ങനെ എല്ലാ സൈഡിൽ നിന്നും ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ സെറ്റായിട്ട് ഇരുന്നോളും. ഇങ്ങനെ ഷേപ്പിൽ ആക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിത് എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് അവനിൽ വേണമെങ്കിൽ അതിൽ ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ ഒരു 18 മിനിറ്റ്സിൻ്റെ അടുത്തെടുത്തു. അപ്പോഴേക്കും നന്നായി ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ പഫ്സ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഫ്സിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.